എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ സീലോപ്പിൻ്റെ ഫിഷ് ടാങ്ക് നമ്മൾ പറ്റിക്കാൻ പോവാണേ. അപ്പം ഇതാണ് ഇപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പറ്റിക്കാനുള്ള പണി നോക്കാം. ഗൈസ്, ഇതിൻ്റെ മുകളിൽ കുറേ നമ്മൾ മഴ പെയ്തുകൊണ്ട് വെള്ളം നിറഞ്ഞു ചാടീന് നമ്മൾ കുറച്ച് ഇതൊക്കെ വെച്ച് മൂടിയിട്ടുണ്ടായിരുന്നു. നമുക്കതെടുത്ത് മാറ്റാം. ഗൈസ്, നമ്മളെ പൂച്ചക്കുട്ടികളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണം എനിക്ക് ഇതെടുത്ത് മാറ്റാം. പോണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫീഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫീഡ് കൊടുക്കാം. നമുക്ക് ഫീഡ് ഇട്ടെടുക്കാം. ഫീഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നമ്മൾ മോട്ടർ വെച്ചിട്ടാണ് പറ്റിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ മോട്ടർ എടുത്തുണ്ട്. ഗൈസ്, ഇതാണ് നമ്മൾ മോട്ടർ. ഇവിടെ നമുക്ക് പൈപ്പ് വെക്കണം. പൈപ്പ് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് എത്തിച്ചാൽ നമുക്കൊരു വയർ വേണം. ഇത് നമ്മൾ ഫ്ലഗുമൊക്കെ എത്തൂല. അപ്പോൾ നമുക്ക് നേരെ വയർ എടുത്തുണ്ട്. ഗൈസ്, നമ്മൾ മോട്ടർ കുത്താനുള്ള വയറ് ഇപ്പം ഇവിടെ ഇല്ല. അത് കറണ്ട് ഇല്ല. അപ്പോൾ അത് മോട്ടർ വെച്ച് നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് വെള്ളം മുക്കി ഒഴിവാക്കാം. ഗൈസ്, നമുക്കതിനൊരു ബക്കറ്റ് വേണം. നമുക്ക് ഒരു ബക്കറ്റ് എടുത്തോണ്ടിരാം. ഗൈസ്, നമ്മൾ ഈ ബക്കറ്റ് വെച്ചാണ് പറ്റിക്കാൻ പോണേ. നമ്മൾ പൂച്ചക്കുട്ടികളെ കയ്യിൽ ചാടാൻ നോക്കിയിട്ട് ഇറങ്ങി നമുക്ക് ഇവരൊക്കെ ഒന്ന് ഇറക്കിയിട്ട് വെള്ളം വെച്ചിക്കാം. നമുക്ക് നേരെ വെള്ളം വറ്റിക്കുന്ന പണിയിലേക്ക് വെക്കാം. അപ്പം നമുക്ക് വെള്ളം കോരിയെടുത്ത് ഒഴിവാക്കാം. അപ്പം നമുക്കത് അങ്ങനെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറ്റിക്കട്ടെ. ഇത് മീൻ നമുക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് അപ്പം ഞാൻ വറ്റിച്ച് നല്ല പണിയുണ്ട് ഗൈസ്. കാരണം കാലായതുകൊണ്ട് ഗൈസ് നല്ല രീതിക്ക് മഴ പെയ്ത് ടാങ്ക് വേറെ മാറിയാണ്. നമുക്ക് കയ്യിലെത്തോളം നമുക്ക് വെള്ളം വറ്റിക്കാം. നമുക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ വറ്റിച്ചിപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പൈപ്പും വെച്ച് വെള്ളം പോക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൈപ്പ് വെച്ചാക്കാം. ഗൈസ്, ഇപ്പം നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിത് വെള്ളം വലിക്കാം.
നമ്മൾ പൈപ്പ് വെച്ചിട്ട് വെള്ളം പോക്കുന്നുണ്ട്. വെള്ളം അത്യാവശ്യം ഫ്ലോയിലൊക്കെ പോകുന്നുണ്ട്. നമുക്ക് വറ്റിയിട്ട് കാണാം. ഈ പൈപ്പ് വീഴാതെക്കാൻ നമ്മളിതാ നമ്മൾ പൈപ്പ് വീഴാതെക്കാൻ നമ്മളിതാ എന്തൊരു ഇത് വെക്കുന്നുണ്ട്. അപ്പം ഇനി എല്ലാം വരെ പോയിട്ട് കാണാം. അപ്പം വെള്ളം അത്യാവശ്യത്തിന് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതാ ഈ ലെവലിൽ വെള്ളമുണ്ട്. എത്ര ആയിട്ടുണ്ട് നമുക്ക് കുറഞ്ഞ കറക്റ്റ്. ഇത് നമ്മുടെ പൂച്ചക്കുട്ടികളാണ്. നല്ല രസമാണ് അവരിപ്പോൾ കളിക്കാൻ. നല്ല അടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടോ ഞങ്ങളിങ്ങനെ ആക്കുമ്പോൾ നമ്മൾ കയ്യിലേക്ക് കടിക്കും. ഇപ്പോൾ വെള്ളം പകുതി കായ തോന്നുന്നത് ഇപ്പോൾ നല്ല കുറഞ്ഞാണ്. ഇതാ ഇവിടെ ഇപ്പോൾ നമുക്കിത് ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് കുറയട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. ഗൈസ് ഇവിടെ പെരുങ്കളിയാണ്. വെള്ളം വറ്റിയിട്ടില്ല. നമുക്ക് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് വെള്ളം നല്ല കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുള്ള് ഒന്ന് കുറയട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ പിടിക്കാം. ഇവിടെ ഒരാൾ ബക്കറ്റൊക്കെ ചാടാൻ നോക്കുന്നുണ്ട്. വെള്ളം പേടിയാണ്, അതാണ് അവിടെ തന്നെ നിൽക്കുന്നത്. ഇതാ ചാടിയിട്ടുണ്ട്. ഗൈസ് നമ്മളെ കിറ്റിപ്പൂച്ച വരുന്നുണ്ട്. ഗൈസ് ടോമും
ഹണിയും കച്ചറിയിലാണ്. അവിടെ ചെറിയ പ്രശ്നം നടക്കുന്നു. നമ്മളെ ബണി അവിടെ നടക്കുന്നുണ്ട്. കിറ്റിയും ഹണിയൊക്കെ ബണീൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ബണി നമ്മൾ ക്യാമറക്ക് നേരെ വരുന്നുണ്ട്. നമ്മൾ മിക്സഡ് ഗപ്പിൻ്റെ പോണ്ടാണ്. അപ്പം ഇതും നമുക്ക് പറ്റിക്കണം. നമുക്കിത് അടുത്ത വീഡിയോയിൽ ഇത് പറ്റിക്കണത് കാണിക്കാം. ഇത് ബ്ലാക്കിൻ്റെ കുഞ്ഞാണ്. ഇത് നമ്മൾ മിക്സാക്കിയിട്ട് കാണും. ഇതിലതിൻ്റെ കുഞ്ഞുങ്ങളാണ്. വെള്ളം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. നമുക്കത് കുറച്ചും കൂടി ഉള്ളൂ. നമുക്ക് കുറഞ്ഞിട്ട് കാണാം. ഗൈസ്, നമ്മൾ വെള്ളം കുറേ ഉണ്ട്. അപ്പം നമുക്കിത് കുറച്ചും കൂടി നമുക്കിതിൽ ഇറങ്ങി മുക്കി ഒഴിവാക്കാം. നമുക്ക് നേരെ ഗൈസ് വെച്ചിട്ടുണ്ട്. നമുക്ക് മുക്കി ഒഴിവാക്കാം. നമുക്ക് ടാങ്കിൽ ഇറങ്ങാൻ നല്ല പേടിയുണ്ട്. കാരണം ഇതിൽ നമ്മളൊരു കാര്യമുണ്ട്. നമുക്ക് കാലിന് കുത്താൻ നല്ല സാധ്യതയുണ്ട്. നമുക്ക് വെള്ളം വറ്റിക്കാം. നമ്മൾ വെള്ളം കുറച്ചുള്ളൂ. കാല് കണ്ടാൽ മനസ്സിലാവും. കുറച്ചുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഇതുകൂടി വറ്റിക്കാം. ഗൈസ്, നമ്മളിപ്പോൾ കാണാൻ പറ്റിയതൊരു സങ്കടകരമായ കാഴ്ചയാണ്. കാരണം ഗൈസ്, നമ്മുടെ കാല് മാത്രമേ ഇപ്പോൾ ജീവനോടുള്ളൂ. ബാക്കിയെല്ലാം മീനും ഡെഡായിട്ടുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല ഗൈസ്. ഇതിലാണ് കുറേ മീൻ്റെ ഇതൊക്കെ ഉണ്ട്. എന്താ എങ്ങനെ ചത്തതാണ് അറിയില്ല ഗൈസ്. ഇങ്ങനെ ഒരു മീൻ്റെ ഇങ്ങനൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാ കൃഷ്ണത് കാണിച്ചിട്ടാണ്. ഇങ്ങനത്തൊരു മീൻ ഏതാണെന്നറിയില്ല. ഭയങ്കര സങ്കടകരമായ കാഴ്ചയാണ്. നമുക്ക് അതൊരു തിങ്ങി നോക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ നോക്കട്ടെ എന്താണ് പറ്റിയതെന്ന് അറിയില്ല. ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഞങ്ങൾ കുറേ മാസങ്ങളായപ്പോൾ അത് വളർത്തി വേണ്ടിയിട്ട് നോക്കാം.